കമാൺ കമാൺ. താഴേക്ക് പ്രസ് ചെയ്താൽ താഴേക്ക് പ്രസ് ചെയ്തിട്ട് കമാൺ 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 കമാൺ. തിന്നിപ്പോണു, ഞാൻ തിന്നിപ്പോണു. അതാണ് മണ്ട ഞാൻ പറഞ്ഞത്, ഈ വഴി കയറ്റിക്കൊണ്ടുപോകാൻ പറഞ്ഞ. ഇനിയുണ്ടോ? ഇതാണ് ഗൈസ്, തെന്നി കിടക്കുന്നവരാണ് നമ്മൾ വണ്ടി ഇറക്കാൻ പറ്റാത്തത്. കണ്ടോ, ഇത് നിങ്ങൾ മൊത്തം ചെളിയത് കണ്ടോ. പിള്ളേരൊക്കെ സൈഡിൽ കയറി പോകുന്നവരാണ് ഊർന്ന് പോകാൻ അങ്ങോട്ട് വണ്ടി കൊണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോണത് ഒരു ഓഫ് റോഡ് റൈഡിനാണ്. അതായത് രാജാക്കാടിനടുത്തുള്ള മുള്ളംതണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് നായരുണ്ട്, രോഹിത്തുണ്ട്, പിന്നെ രോഹിത്തിൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വണ്ടി എന്ന് വെച്ചാൽ എൻ്റെ ഹിമാലയൻ ഉണ്ട്, നായരുടെ എക്സ്പൾസ്, അതുപോലെ തന്നെ രോഹിത്തിൻ്റെ ഹിമാലയൻ ഉണ്ട്. അപ്പോൾ രോഹിത്തിൻ്റെ ഫ്രണ്ട് രോഹിത്തിൻ്റെ ബൈക്കിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തം ഇന്നൊരു 3 ബൈക്കും 4 പേരുമാണ് ഓഫ് റോഡ് കയറാൻ പോണത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ രോഹിത്തിൻ്റെ ഫ്രണ്ട്, ജോർജ് എന്നാണ് പേര്. അപ്പോൾ ആള് ഇവിടെ തന്നെയല്ലേ നേറ്റീവ് തന്നെ? ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു എളുപ്പ വഴി തപ്പി നിൽക്കണേണ്. അപ്പോൾ ജോർജിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എളുപ്പ വഴി നമ്മൾ നോർമൽ പോവുകയാണെങ്കിൽ പൂപ്പാറ സ്റ്റേറ്റ് വഴി കയറിയിട്ടാണ് പോകാനായിട്ട്. അപ്പോൾ അതല്ലാതെ വേറൊരു വഴിയുണ്ട്, ഒരു 3 കിലോമീറ്റർ അടുത്ത് ഷോർട്ട് വരുന്ന വഴിയുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ വഴി കയറും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ നോർമൽ റൂട്ട് തന്നെ പോകും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പെരുമ്പാവൂരിൽ നിന്ന് ഇറങ്ങിയത് 4 മണിയായപ്പോഴാണ്. ഇവിടെ നമ്മളൊരു അടിമാലിയൊക്കെ ഒരു എത്തിയപ്പോഴത്തേക്കും 4:50 ഒരു 1 ഹവറിനുള്ളിൽ തന്നെ നമ്മൾ അടിമാലി എത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഷോർട്ട് കട്ട് വഴി കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മുള്ളംതണ്ടിലേക്ക് കയറുന്ന വഴിയാണ് ഈ കാണുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റോഡൊക്കെ മാറും, കുറച്ച് റോഡ് ഈ സിമെൻറ്റിൻ്റെ റോഡൊന്നും ഇല്ലാതെയാവും. അപ്പോൾ നമുക്ക് ആ ഒരു ഓഫ് റോഡ് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുക കേട്ടോ. അതെ, നമ്മുടെ റോഡ് ഈ കോൺക്രീറ്റ് റോഡൊക്കെ ഇവിടെ തീർന്നു, ഇനി അങ്ങോട്ടേക്കെല്ലാം മണ്ണിൻ്റെ ഓഫ് റോഡൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഓഫ് റോഡ് എല്ലാവരും എൻജോയ് ചെയ്യുക. ഓക്കെ. Bring the funk back. സ്ലഷായി കിടക്കാനുണ്ടോ, അതിൻ്റെ ടയർ തെക്കോട്ടും വടക്കോട്ടൊക്കെ തെന്നിക്കൊണ്ടിരിക്കണേ. ഒരു സ്റ്റെബിലിറ്റി ഇല്ല ടയറിനൊന്നും. അളിയാ എൻ്റെ പൊന്നളിയാ ആളിയന്മാരും വീണേനേട്ടോ അവിടെ. ഞാൻ പറഞ്ഞ ഐഡിയ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും. അവന്മാർ കയറി കഴിയട്ടെ. ഇതെങ്ങനെ കയറണം എന്നറിയോ? ഒരു കാരണവശാലും ഉണ്ടല്ലോ സൈഡിലേക്ക് കയറ്റരുത്. ഈ സൈഡുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഴും. ഈ സെൻറ്ററിലേക്ക് വെള്ളം വന്ന വഴിയുണ്ടോ, ഈ വഴി എന്നെ വച്ചടിക്ക് കയറ്റിക്കോളാം. അതുപോലെ തന്നെ സെൻറ്ററിൽ എത്തുമ്പോൾ മറ്റേ പൊങ്ങി നിൽക്കണമല്ലോ തന്നെ നടുക്ക്, അങ്ങോട്ട് കയറ്റരുത്. ഒന്നല്ലേ ലെഫ്റ്റ് പിടിക്കുക, അല്ലെങ്കിൽ റൈറ്റ് പിടിക്കുക. ഓക്കെ, നിർത്തിക്കഴിഞ്ഞാൽ പോയി. നിർത്തരുത്, നിർത്താൻ പാടില്ല, ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പാടില്ല.
ഞാൻ വരാം വെയിറ്റ് അവിടെ ഇട്ട് വണ്ടി ഓഫ് ചെയ്യ് വണ്ടി എഞ്ചിൻ ഓഫ് ചെയ്യടാ എഞ്ചിക്കില്ലേ എഞ്ചിൻ ഓഫ് ചെയ്യ് ഓക്കെ അതാണ് മണ്ട ഞാൻ പറഞ്ഞത് ഈ വഴി കയറ്റിക്കൊണ്ടുപോകാൻ പറഞ്ഞ ഇനിയുണ്ടോ ഓ ക്ലച്ച് പ്ലേറ്റ് എടാ നീ വണ്ടി ഇറക്കിക്ക് എന്നിട്ടുണ്ടല്ലോ ഈ ഇവിടെ കയറ്റ് ഇവിടെ ഇല്ലടാ ഇവിടെ നിനക്ക് ചവിട്ടാൻ പറ്റും ഗ്രിപ്പ് കിട്ടും കാലിന് ഈ കുഴിയുണ്ടോ ഈ കുഴിയാണ് കയറ്റിക്കൊണ്ടോ എടാ നീ ഞാൻ തന്നെ പോണ പിടിച്ചേ എൻ്റെ കാല് തന്നെ പോണു ഷിറ്റ് ഓക്കെ കമാൺ ഞാൻ തന്നെ പോണല്ലോ ചെരുപ്പ് ചൂട്ടിട്ട് ഞാൻ കണ്ടു ഇവിടെ വീഴാൻ പോയല്ലോ കണ്ടായിരുന്നു ഞാൻ മെല്ലെ എടുത്തോണ്ട് വരാം അവിടെ വീഴുമെന്ന് കയറാൻ പാടില്ല ഗൈസ് നല്ല അടിപൊളി എട്ടിൻ്റെ പണിയാന്ന് തോന്നുന്നു കാരണം മഴ പെയ്ത് ചെളി തെന്നി കിടക്കണേ ഒരു ഗ്രിപ്പില്ല വണ്ടിക്ക് ടയറിന് ട്രാക്ഷൻ കിട്ടണില്ല നിങ്ങൾ കണ്ടോ നേരെ ടയർ തെന്നിക്കൊണ്ടിരുന്നത് എൻ്റെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് പഠിച്ചാണറിയാം എനിക്കാണെങ്കിൽ കാലും എത്തൂല സൂപ്പർ ഞാൻ വിചാരിച്ചില്ല ഇട കയറുമെന്ന് കുറേ ദിവസത്തെ ഓഫ് റോഡ് ട്രയൽസിൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് അടാ എവിടെ വെച്ചാൽ അറിയോ അവിടെ വെച്ചാൽ സ്ലിപ്പായി കാരണം വെച്ചാൽ അവിടെ ഞാൻ ത്രോട്ടിൽ ശരിക്കും കൊടുത്തു അപ്പൊ ട്രാക്ഷൻ പോയി അവിടെ ഒരു ആവേശത്തിന് ത്രോട്ടിൽ കൂടി പോയി ട്രാക്ഷൻ പോയത് നായർ കൊടുത്തോണ്ടിരുന്നത് നല്ല രീതിയിൽ കൈ കൊടുത്തു നമ്മൾ കറക്റ്റ് ബാലൻസിൽ വേണം പക്ഷെ അവിടെ ചെന്ന് പാളി പോയി വീഴേണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് കൈ കൊടുക്കുന്നുണ്ടല്ലോ കൂടുതലാവാൻ പാടില്ല കുറയാനും പാടില്ല കൂടുതലായ സ്പിന്നാവും കുറവായ ഇതായി പോകും കയറുന്നതിനിടയ്ക്ക് ബ്രേക്ക് പിടിച്ചാൽ നമ്മളിങ്ങനെ പുറകെ ഊർന്നു വരും ബ്രേക്ക് പിടിക്കണമെന്നില്ല അപ്പത്തേക്ക് പോയി അതാണ് നമ്മുടെ ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് എങ്ങോട്ടേക്ക് ഇതിലങ്ങോട്ട് കയറി പോയാന്നുള്ളൂ ഏത് ഈ കാണുന്ന മലയുടെ മുള്ള ആ വഴിയുണ്ടോ ചെറിയ സീറ്റ് പോലെ കൊണ്ടു വെച്ചാൽ ആ ഉണ്ട് എടാ രോഹിത്ത് നമ്മൾ തിരിഞ്ഞത് ഏത് വഴിയാപ്പോ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടിമാലിയിൽ നിന്ന് വന്നിട്ട് രാജാക്കാട് വന്ന വഴി ആനച്ചാല് കുഞ്ചത്തണ്ണ വഴി രാജാക്കാട് വന്ന് രാജാക്കാട് രാജകുമാരി എന്നാണ് ഞാൻ കയറിയത് രാജകുമാരിന്ന് പിന്നെ കുരുള സിറ്റി വോളിബോൾ ഗ്രൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്തേച്ച് നമ്മൾ നേരെ ഇങ്ങനെ പോകുന്ന കഴിഞ്ഞപ്പോൾ എല്ലാം ഷോർട്ട് കട്ടാ ഇവിടെ തന്നെ വന്ന് ഇവിടെ വന്നു ഇവിടെ നമ്മൾ വന്ന് കയറിയില്ലേ അവിടുന്ന് ഓപ്പോസിറ്റ് വരുമ്പോഴാണ് പൂപ്പാറ വരുന്ന വഴി പൂപ്പാറ നമ്മൾ ഇവിടുന്ന് കയറാൻ നേരത്തെ കണ്ട വഴി ഓപ്പോസിറ്റ് റൈറ്റ് നമ്മളെ കാണിച്ചു നമ്മുടെ റൈറ്റിലെ വഴി അല്ലേ നമ്മുടെ റൈറ്റിലെ വഴി അമ്മാര് ലെഫ്റ്റിലെ വഴി ഓക്കെ കാറ്റാടാ ഗൈസ് അപ്പോൾ നമ്മൾ രോഹിത്തിൻ്റെ വണ്ടിയിൽ കാറ്റ് തന്നെയാണ് അപ്പോൾ ഞാനും നായരും എന്തായാലും വണ്ടി കേട്ടിട്ടില്ല കാരണം ഇന്നലെ മഴ പെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കാരണം മൊത്തം ചെളിയായിട്ട് കുത്തി കിടക്കണേ ഇനിയുണ്ട് ഇതുപോലെ തന്നെ കുത്തനെ കയറ്റം കയറാനായിട്ട് ഇപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കയറ്റം കയറണമെന്ന് അറിയാൻ പാടില്ല അല്ല കാണണമെന്ന് എനിക്ക് വിസിബിൾ ആയിട്ടെന്ന് അറിയില്ല എന്തായാലും നല്ല കുത്തനെ കയറ്റം രോഹിത്തിൻ്റെ വണ്ടിയുടെ ടയർ ഇവിടെ തേഞ്ഞ് ഉറഞ്ഞറിഞ്ഞ് പകുതി തീർന്നു
ചുമ്മാ ചെടി കിടന്നും കറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ രോഹിത്തിൻ്റെ വണ്ടി ഒന്ന് കയറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണേ. രോഹിത്തിന് കുറച്ചൊരു എക്സ്പേർട്ട് ആയതുകൊണ്ട് തിരിച്ച് പ്രശ്നം. നായരെ വാ വാ, കമോൺ കമോൺ ഗൈസ്. നായര് പേടിച്ചിട്ട് താഴെ തന്നെയൊക്കെ വണ്ടിയിലാന്നൊക്കെയാ പറയണ. വണ്ടി കേട്ടല്ല, പുള്ളി മുകളിലേക്ക് നടന്നു വന്നില്ലാന്ന് തന്നെ പറയണം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ 3 വണ്ടികൾക്കും കൂടിയിട്ട് നമ്മൾ ഒറ്റ പ്രതിനിധിയായിട്ട് രോഹിത്തിൻ്റെ ഹിമാലയനാണ് കയറാൻ പോണത്. മലമണ്ട ഓഫ് റോഡ്സ് അല്ല, മലമണ്ടി അല്ലല്ലോ, ഇതാ പറഞ്ഞടാ, മുള്ളന്നണ്ട് ഓഫ് റോഡ് നമ്മുടെ രോഹിത്തിൻ്റെ ഹിമാലയനാണ് കയറാൻ പോണത്. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം. Come on man, come on, you can, come on. കേറി വാങ്ങുന്ന ആൾക്കാരെ ആവശ്യമുണ്ട്. We need manpower. എടാ നീ പോയിട്ട് അപ്പുറത്തെ വല്ല വീടുണ്ടെങ്കിൽ ഒരു പടം കിട്ടണം നോക്ക്. ഫോണിൽ കെട്ടിപ്പിടിച്ച് തൂക്കി ഇറക്കേണ്ടി വരും മിക്കവാറും. ഞാൻ മുകളിൽ കയറിക്കടാ. വീഡിയോ എടുക്കണ്ടേ ഇപ്പം ആരും? ഒരാൾ ഞാൻ അതെ ഓക്കെ. പിടിച്ചിട്ടുണ്ട്. നീ പിടിക്കാടി, നീ പിടിച്ചിട്ടുണ്ട്. 3 സൈഡിൽ വലിച്ചിട്ടുണ്ട്. വുഡ്ലാൻഡിന്റെ എന്തായിരുന്നു? വുഡ്ലാൻഡിന്റെ പാലക്കുളമേട് പറഞ്ഞാ വുഡ്ലാൻഡിന്റെ ആയിട്ട് വർഷങ്ങളായിട്ട് ഗ്രിപ്പ് പോയിട്ടുള്ളതല്ലേ പറഞ്ഞ. നിക്ക് വണ്ടി എടുത്ത് ഇപ്പുറത്തേക്കിട്ടാ, വണ്ടി എടുത്ത് ഇപ്പുറത്തേക്കിട്ടെ. ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ ഇറങ്ങിക്കോ. നീ ഇറങ്ങിക്കോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചിട്ടുണ്ട്, ഇറങ്ങിക്കോ. ഓക്കെ, ഒരാളിപ്പുറവാ. നീ രോഹിത്തിപ്പുറോ? ആ ഇപ്പൊ തോന്നുന്നുണ്ടോ വേണ്ട? ഇപ്പൊ തോന്നുന്നുണ്ടോ വേണ്ടായിരുന്നു? ചെറുതായിട്ട് തോന്നുന്നുണ്ടോ? അതെയാ. നിക്ക് 3, 2, 1 പൊങ്ങട്ടെ ബാക്ക്. ഓക്കെ, പിടി ഗിയറില. ഓക്കെ, വാ, ഞാൻ സൈഡിലേക്കാം. നായർ വിടുന്നോ? നീ ഫ്രണ്ടിലേക്ക് വെയിറ്റ് എടുത്തിരുന്നേ, ഞങ്ങൾ ബാക്കി ഞങ്ങൾ ഫ്രണ്ടിൽ ഡയറിൽ വെയിറ്റ് എടുത്ത് കൈ പുഷ് ചെയ്യുന്നു. അടിപൊളി. Come on. തള്ളിക്കൂടെ. മൂടി ഇടിക്കും, അങ്ങോട്ട് വരണ്ട. പോടാ. അയ്യോ, വെയിറ്റ്. കമോൺ പിടി. ഞാൻ മോളിൽ കയറട്ടെ. ഫ്രണ്ട് കൊടുക്ക്. നാല് ബാക്കി ജാം കൊടുത്ത്. ജാമുണ്ടോ? ഓക്കെ. നിൽക്ക്, ഞാൻ അപ്പുറം അപ്പുറം. ആ ഫോൺ എടുത്തേക്ക് ഇല്ലി പോകാൻ പോവും. ആ കല്ല് ഹാൻഡിൽ അങ്ങോട്ട് നേരപ്പുറം. കമാൺ. ഇല്ല, കല്ല് രോഹിത ബാക്കിലേക്ക് ഇറക്കിയിട്ട് പിടിക്കേണ്ടി വരും കുറച്ച്. ഒറ്റ പിടിച്ചോളാം. അതാ ഇതുവഴി കേട്ടായിരുന്നല്ലേ? അതിന് കല്ലില്ല കേട്ടോ, വച്ച് പിടിച്ചോ. അടിപൊളി.
അയ്യോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഈ കാണുന്ന ഒരു കുത്തനെ കയറ്റമാണ് കേട്ടോ നമ്മൾ കയറ്റിയത്. ബാക്കി 2 വണ്ടിയുണ്ട്. ഈ 2 വണ്ടി കയറാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല ഇപ്പോൾ. അയ്യോ. അപ്പോൾ നമ്മുടെ പ്രതിനിധി ഇതാ രോഹിത്ത് വണ്ടി കയറ്റിയിരിക്കുന്നു. അയ്യോ മേഘം, അവിടെ മേഘം. വീട്ടിൽ നിന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് നേരെ വ്യൂ കാണാൻ പറ്റില്ലല്ലോ, വീട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കണ്ടേ. അയ്യോ ഒരു രക്ഷയില്ല മാൻ. സൂപ്പർ, ചുറ്റും നല്ല കലക്കൻ മലനിരകൾ. അയ്യോ ഓ, അല്ലാണ്ട് താഴെ നിന്ന് കരഞ്ഞില്ലല്ലേ നീ? ഞാൻ വന്നില്ല, എന്നെ വിളിച്ചെന്തിനാ, ഞാൻ വരൂല്ലായിരുന്നൊക്കെ പറഞ്ഞാൽ കരഞ്ഞില്ലേ? ഗൈസ് ഇതാണ് കേട്ടോ മുള്ളന്തണ്ട് കുരിശുമല. നല്ല അടിപൊളി വ്യൂ ആണ്. ചങ്കൂറ്റുള്ളവർ വണ്ടിയും കൊണ്ട് വരാൻ കയറ്റാം. ഞങ്ങൾക്ക് ചങ്കൂറ്റില്ല എന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് എനർജി ലോസായി. കാരണം ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇവിടെ മൊത്തം ചെളിയാണ്. അപ്പം 3 പേരുടെ വണ്ടിയും കൂടി കയറി വരുമ്പോഴത്തേക്കും ഞങ്ങൾ 4 പേര് തിരിച്ചിറങ്ങാനുള്ള ആരോഗ്യമില്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ വണ്ടി, നമ്മുടെ ആശാൻ്റെ വണ്ടി കയറ്റിയിരിക്കുന്നു. ഇതാ ഏതാ മുള്ളന്തണ്ടല്ലേ, മുള്ളന്തണ്ട് കുരിശുമലയിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിർത്തല്ല ഞങ്ങളുടെ ഈ എഫേർട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എന്താടാ? അതെ രോഹിത്തിന് ചാനലുണ്ട്. രോഹിത്തിൻ്റെ ചാനലിൽ സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യ്. രോഹിത്ത എങ്ങനെയുണ്ട്? ഓക്കെ, അടിപൊളിയാണ്, ത്രില്ലിംഗ് ആണ്, കുറച്ച് ടഫാണ്. കുറച്ച് ആൾക്കാരൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടാണ് കയറി വരാൻ. ഈ ടയറിനിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്ത് കിടക്കുന്ന കാരണം ഗ്രിപ്പെല്ലാം പോയി. ഷൂസിൽ പോലും ഗ്രിപ്പില്ലായിരുന്നു, നേരെ നിൽക്കുമ്പോൾ പോലും തന്നെ പോകുമായിരുന്നു. കയറ്റിക്കൊണ്ട് വന്നു, നമ്മൾ കയറ്റിയല്ലേ സീറ്റ് വെച്ചിട്ട്. മഴയില്ലാത്ത ദിവസം രാവിലെ വരുവാണെങ്കിൽ ക്ലൗഡൊക്കെ കിട്ടും. മഴയില്ലാത്ത ദിവസം രാവിലെ നോക്കി വരുവാണെങ്കിൽ ക്ലൗഡ് കിട്ടും. പിന്നെ വഴി മാത്രം ഗൂഗിൾ മാത്രമൊന്നുമില്ല, ആളുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ മലയുടെ മുകളിലെത്തിയിട്ടോ. അപ്പോൾ നിങ്ങൾ രോഹിത്ത് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും. രോഹിത്താണ് വണ്ടി മുകളിലേക്ക് കയറ്റിയത്. അപ്പോൾ ആളീൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിത് ഇവിടെ വരാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരാം. ഇതൊരു നല്ലൊരു കോടമഞ്ഞുമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ക്ലൈമറ്റാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരിക. അപ്പോൾ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വന്നത്, ഞാനെന്നാരും. അപ്പോൾ രോഹിത്ത് കഞ്ഞിക്കുഴി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വഴിയൊക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വരാൻ കയറുക. അതുപോലെ തന്നെ ഈ ഒരു വഴി മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. മഴയൊന്നും ഇല്ലാത്ത ടൈമിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ്. വേറെ ഒന്നുകൊണ്ടല്ല, കാരണം മഴയൊക്കെ കഴിഞ്ഞാൽ ഈ കണ്ട കയറ്റമൊക്കെ നിങ്ങൾ ആ മണ്ണൊക്കെ ചെളി കുത്തി കിടക്കണമായിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് വണ്ടി കയറ്റാൻ ടഫായിട്ട് തോന്നും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുക ഈ വ്യൂവും കാര്യങ്ങളൊക്കെ. നായർക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ടെന്ന്. ഹലോ, വെയിറ്റ് നായർ, വെയിറ്റ്, കമോൺ, ഐ എം കമ്മിങ്. കമോൺ നായർ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഉറക്കെ പറയോ, കേൾക്കില്ല. നിങ്ങളിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല വല്ല സ്ഥലങ്ങളിലും പോവാം, ആവശ്യമില്ലാത്ത വള്ളിക്കേഴ്സിലേക്ക് വരരുത്. വണ്ടി നിങ്ങൾ അവിടെ വെച്ചിട്ട് നടന്നു കയറേണ്ടി വരും. ഗായ്സ്, നിങ്ങൾ ഈ കാണുന്ന നായരല്ലായിരുന്നു ഞങ്ങൾ കുറച്ച് നേരമ്പോൾ കണ്ടത്. അതായത് രോഹിത്ത് വണ്ടി കയറ്റുമ്പോൾ താഴെ ഞാൻ വരൂല എന്ന് പറഞ്ഞ് കരഞ്ഞു. ഞാൻ വരൂല എന്നെ വിളിക്കണ്ടായിരുന്നു, എന്നെ ചതിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കളയരുത് താഴെ നിന്നിട്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ വന്ന വണ്ടി കേട്ടണ്ട. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ വണ്ടി കേട്ടാണ്ട് നീ നടന്നു പോരെന്ന് പറഞ്ഞു. പിന്നെ അവന് കൂട്ടിനാണ് ഞാൻ വണ്ടി കേട്ടാണ്ടിരുന്നത്. അതാണ് സത്യമായിട്ടുള്ള കഥ. രോഹിത്ത് സത്യം പറയടാ. നേരെ സാറടാ, കരയണ്ട, വിഷമം മാറട്ടെ നമുക്ക് തിരിച്ചിറങ്ങാം. വേണി ഞാൻ ഇത് വീഡിയോയിൽ ഇടല്ല, ഞാൻ വ്ളോഗിൽ ഇടില്ല, കട്ട് ചെയ്ത് കളയാം. കണ്ടോ അവന് സത്യാവസ്ഥ പുറത്തുണ്ടോ? സത്യം പറയടാ, നീ കരഞ്ഞില്ലടാ. ഇവിടെ പറഞ്ഞില്ലായിരുന്നു എന്നോട്, ചതിയായിരുന്നു, കൊടുംചതി. ഇങ്ങോട്ട് വരരുത് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, ആ മേഘമൊക്കെ തന്നെ ഉണ്ടാവും, കോടമഞ്ഞ്. പടം മിണ്ടാണ്ടിരിക്കും ഗൈസ്. എവിടെ ആ ഭാഗത്തൊക്കെ കാണുന്നതാണ് മീശപ്പുലിമലയും എന്നിട്ടുമലയായിരുന്നോ. പിന്നെ കുളുക്കുമല, മീശപ്പുലിമലയൊക്കെ ആ ഒരു റീജിയനിലാണ്. ഇതാ പോണ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണുന്ന റോഡാണ് സൂര്യനെല്ലി ഗ്യാപ്പ് റോഡ്. എടാ അത് ശരിക്കും റോഡ് കൊച്ചി ധനുഷ്കോടിയാ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത. അത് പണി കഴിഞ്ഞ് ഓപ്പൺ ആക്കിക്കോടാ. ഓക്കെ ഗൈസ്. വീതി കൂട്ടി.
ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴി നമ്മൾ ഇടുക്കി റൈഡിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ആ ഒരു നമ്മളവിടെ ഇടുക്കി റൈഡ് ചെയ്തപ്പം ജസ്റ്റ് അവിടെ നമ്മൾ ചായ കുടിക്കാനൊക്കെ നിന്നായിരുന്നു, നമ്മൾ കയ്യിൽ കൊണ്ടുവന്ന ഫുഡ് കഴിക്കാനായിട്ട്. ആ സമയത്തൊക്കെ നല്ല അടിപൊളി കോടമഞ്ഞ് വന്ന് നമ്മളെ മൂടി തൊട്ടടുത്തേക്ക് നാളെ പോലും കാണാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് കണ്ടിട്ട് വരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ ഹാർഡ് വർക്ക് അത് നിങ്ങൾക്ക് ഈ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണത്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ റൂട്ടിനെ കുറിച്ച് അറിയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നമ്മുടെ ആശാൻ അതിനുള്ള റിപ്ലൈ തരും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യും. ഓക്കെ ഗൈസ്, എനിക്കൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതായത് നിങ്ങൾ ഇതുപോലത്തുള്ളൊക്കെ നല്ല നൈസ് പ്ലേസുകളൊക്കെ വരുമ്പോൾ ഈ കാണിക്കുന്ന പോലുള്ള ചെറ്റത്തരൊന്നും കാണിക്കാൻ നിൽക്കരുത്. കാരണം ഇതൊക്കെ എത്ര മോശമാണെന്ന് അറിയോ. കാരണം നമ്മൾ വേസ്റ്റൊക്കെ ഇവിടെ ഡിസ്പോസ് ചെയ്തിട്ട് പോണത് അതൊക്കെ വളരെ മോശമുള്ള കാര്യം. നിങ്ങൾ വേസ്റ്റ് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകുക, തിരിച്ച് കൊണ്ടുപോയിട്ട് അത് അതിന് പ്രോപ്പർ വേയിൽ ഡിസ്പോസ് ചെയ്യാം. ഇതൊക്കെ ഒരു മോശമായ രീതിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ വരുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതുപോലത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെ നേച്ചർ എൻജോയ് ചെയ്ത് അതിൻ്റെ ആ ഒരു ബ്യൂട്ടീനെ അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ എൻജോയ് ചെയ്യാൻ വിട്ടുകൊടുക്കുക കേട്ടോ. രോഹിത്ത് ഇറങ്ങല്ലേ? ഇറങ്ങുക. എന്താണ് പിടിച്ച് ഇറക്കണം, നമുക്ക് തുഴഞ്ഞ് ഇറക്കണം വണ്ടി. ഗൈസ്, ഇതാണ് രോഹിത്തിൻ്റെ വണ്ടി. ടയറിൻ്റെ അവസ്ഥയൊക്കെ ഗ്രിപ്പ് കുറവാണ് കേട്ടോ. തേഞ്ഞ് തീരാറെ കുറച്ച് ടയറുള്ള ഗ്രിപ്പുള്ളൂ ടയറിൻ്റെ ബാക്ക്. ഗൈസ്, എന്താ ടയറിൻ്റെ അവസ്ഥ ഇതാണ്ട്. അതായത് ചെളി കയറിയിട്ട് നമ്മുടെ ഗ്രിപ്പിൻ്റെയൊക്കെ അകത്ത് നിറച്ചും ചെളി കയറിയിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ട്രാക്ഷൻ കിട്ടാനുള്ള കാര്യമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറക്കണേണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോണേണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, എൻജോയ് ചെയ്തു കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ രോഹിത്തിൻ്റെ വണ്ടി താഴെ എത്തിക്കണം. അപ്പോൾ അതൊരു ചെറിയ ടാസ്ക്കൊന്നും അല്ല, നല്ല ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇനി അതിനുണ്ട് കഠിന പരിശ്രമത്തിലാണ്. അപ്പോൾ ഗോപ്രോയുടെ ചാർജ് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചേക്കണേണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. ഗൈസ്, ഇതാ രോഹിത്തിൻ്റെ അഭ്യാസ പ്രകടനം. കമോൺ ഫ്രണ്ട് പിടിക്കണ്ട, ബാക്കി തൊട്ട് പിടിച്ചോ. എടാ ജോർജ്, നീ ഫ്രണ്ടിൽ തള്ളി കൊടുത്തോ. യെസ് കമോൺ. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തെന്നാ ഈ കാണിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇറക്കമല്ല കേട്ടോ. അതായത് ഒരു കുത്തനെ ഇറക്കും. അതായത് നമുക്ക് നേരെ നിന്ന് നടന്നിറങ്ങാൻ പോലും പറ്റാത്ത ഒരു ഇറക്കമാണ്. അതാണ് നമ്മൾ ഇത്രയും. അതുപോലാണ്ട് ഈ ഒരു വഴി നല്ലപോലെ സ്ലഷിയായി കിടക്കുക. വണ്ടി ചവിട്ടിയാലും നിൽക്കില്ല, ബ്രേക്ക് ചെയ്താലും എഞ്ചിൻ ബ്രേക്ക് ഇട്ടാലും ഒന്നും നിൽക്കാത്ത അവസ്ഥയിലാണ്. നമ്മൾ നടന്നിറങ്ങുമ്പോൾ തന്നെ വീഴുന്ന രീതിയിലാണ് ഈ ഒരു വഴി. ആശ തള്ളിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു വേഗം എത്താനായിട്ട്. ഇതാണ് ഗൈസ്, തെന്നി കിടക്കുന്നവരാണ് നമ്മൾ വണ്ടി ഇറക്കാൻ പറ്റാത്ത ഗൈസ്. കണ്ടോ, ഇത് നിങ്ങൾ മൊത്തം ചെളിയത് കണ്ടോ. പിള്ളേരൊക്കെ സ്ലൈഡിൽ കയറി പോകുന്നവരാണ് ഊർന്ന് പോകാൻ അങ്ങോട്ട് വണ്ടി കൊണ്ട് കാട്ടിൽ കയറി കിടക്കുന്നു. കണ്ടോ ഗൈസ്, ഈ ടയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തം ചെളി കുണ്ടായിട്ട് എടുക്കണേ. സ്ലഷാണ് മൊത്തം. സ്ലഷും ഇത്ര ഒരു കുത്തനെ ഇറക്കുമെന്ന് പറയുമ്പം അതിൻ്റെ ഒരു തീവ്രത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അതായത് വണ്ടിക്ക് ട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. വണ്ടി പോകുന്നുണ്ടോ ഫ്രണ്ട്? ബട്ടറൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അതന്നെ. ഓൾമോസ്റ്റ് കിട്ടിയില്ല.
ഗൈസ് കണ്ടു ഗൈസ്, ഇതാണ് ആ ഒരു നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന റോഡിൻ്റെ അവസ്ഥ. അത്രയും ചെളിയാണ്. നമ്മൾ ഷൂവിന് പോലും ഗ്രിപ്പില്ലാത്ത രീതിയിലാണ് നടന്നിറങ്ങുമ്പോൾ തന്നെ തെന്നി പോകുന്ന അവസ്ഥയിലാണ് ഈ റോഡ്. അസനെ കമോൺ കമോൺ, അസനെ ജങ്ക ചക്ക ചക്ക പോട്ടെ 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 പോട്ടെ, ഇറക്കിക്കോ, നേരം ഉണ്ടോ ഗൈസ്. അങ്ങനെ മിഷൻ അക്കംപ്ലിഷ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുള്ളംതണ്ട് ഓഫ് റോഡ് ട്രയൽസ്. ഓക്കെ, അപ്പോൾ പകുതി കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ, ടേക്ക് കെയർ.